അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ചലഞ്ചേഴ്സ് 2 ചലഞ്ചേഴ്സ് ആണോ കയറാൻ പോകുന്നത്? പ്രൊമോ വന്നിരിക്കുകയാണ്. ചലഞ്ചേഴ്സ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറയുന്നു. ആരാണ് ചലഞ്ചേഴ്സ്? സീസൺ 5 ആരെങ്കിലും ആണോ, അതോ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ സീസൺ 1 ആരെങ്കിലും ആണോ? മൊത്തം 3 പ്രൊമോ വന്നിരിക്കുകയാണ്. നമ്മുടെ വീക്കെൻഡിൻ്റെ 2 പ്രൊമോ. ഒന്ന് ലാലേട്ടൻ പറയാണ് നാളെ വരും അതിഥികൾ. ആരൊക്കെ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ പ്രൊമോ വന്നിരിക്കുകയാണ്. ഹോട്ടൽ ടാസ്ക് വരാൻ പോവുകയാണ്. ലാലേട്ടൻ പറയാണ് നാളെ ഹോട്ടൽ ടാസ്ക് ആണ്, അതിഥികളും ഉണ്ട്. അതിഥികൾ ആരൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, സർപ്രൈസ് ആയിട്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ പ്രൊമോ. അടുത്ത് രണ്ടാമത്തെ പ്രൊമോ. ആ പ്രൊമോയ്ക്കകത്ത് ഈ പറയും പോലെ ഇന്നത്തെ വീക്കെൻഡിലെ കുറച്ച് സംഭവമാണ്. നമ്മുടെ ശരണ്യൊക്കെ പിടിച്ച് ജയിലിൽ ഓരോരുത്തരെയും പിടിച്ച് ഓരോ ജയിൽ ആക്ടിവിറ്റി ഏരിയയിൽ പിടിച്ച് ഓരോ ജയിലിൽ പിടിച്ച് പൂട്ടിയിട്ടിട്ട് ഇവരെ തുറന്നു വിടൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാസ്ക്കാണ് ഇത്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന് ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുള്ള മൂവി, ഇന്ന് OTTയിൽ വന്ന മൂവി മഞ്ഞുമൽ ബോയ്സ് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ആ മൂവിയുടെ ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഒരു ടാസ്ക് ഇവർക്ക് കൊടുക്കുന്നത്. രതീഷും ഉണ്ട് ആ പ്രൊമോയിൽ. അടുത്ത് പിന്നെ വന്നിട്ടുള്ള ഒരു മൂന്നാമത്തെ പ്രൊമോയ്ക്കകത്ത് ഈ വീട്ടിലെ പൂവാലൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരുടെ പേര് പറയുന്നതും വളരെ രസകരമായിട്ടുള്ള ഒരു പ്രൊമോയാണ്. അപ്പോൾ മൊത്തം 3 പ്രൊമോ അടുപ്പിച്ച് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഭയങ്കര ട്വിസ്റ്റ് നൽകിയത് ലാലേട്ടൻ പറയുന്നുണ്ട് നാളെ ഹോട്ടൽ ടാസ്ക് ആണ്, ആരൊക്കെയാണ് അതിഥികൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഫിറോസ് ഖാൻ അല്ല, സീസൺ 5 നിന്നും വരാൻ ചാൻസസ് ഉള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ സീസൺ എടുത്ത് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാമേ. സീസൺ 5 നിന്നും അത്രയ്ക്കും ഹൈപ്പ് ഷോയിൽ ഉണ്ടാക്കിയവർക്ക് മാത്രമേ ഈ പറയുന്ന ചലഞ്ചറായിട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സീസൺ 5 ഇന്നിപ്പോൾ മാരാറ് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനൊക്കെ എതിരായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാരാറ് വരുമെന്ന് തോന്നുന്നില്ല. മാരാറിനെ ബിഗ് ബോസിനകത്തോട്ട് ഒരു ചലഞ്ചറായിട്ട് വിളിക്കുമോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ബിഗ് ബോസിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശോഭാ വിശ്വനാഥാണ്. ശോഭാ വിശ്വനാഥ് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ശോഭ വന്നേക്കാം. അതവിടെ ഇരുന്നോട്ടെ. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഈ സീസൺ 6 സ്ട്രോങ് പ്ലെയേഴ്സ്, സീസൺ 5 സ്ട്രോങ് പ്ലെയേഴ്സ് ആയിട്ടുള്ള വിഷ്ണു ജോഷിയോ സാഗറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം വരാൻ ചാൻസസ് ഉള്ളത്. അല്ലാതെ ഈ പറയും പോലെ ടോപ്പ് 5 നിന്നും വരാൻ ചാൻസസ് ഉള്ളത് ശോഭ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാരാറോ റനീഷയോ ജുനൈസോ ഷിജുവോ ഇവർ 4 പേരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷോയിൽ അത്രയ്ക്കും വലിയൊരു ഹൈപ്പ് അവരുണ്ടാക്കിയിട്ടില്ല. പിന്നെ ഈ പറയും ഹൈപ്പ് എന്നല്ല, ഈ പറയുന്ന മാരാറോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവരെ കൊണ്ടുവന്നിട്ട് ചലഞ്ചിങ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ കൊണ്ടുവരണം. അപ്പോൾ സീസൺ 5 നിന്നാണെങ്കിൽ ശോഭ, സാഗർ, വിഷ്ണു അവരെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത സീസൺ 4 നിന്നാണെങ്കിൽ റിയ സെലിമിനെ പ്രതീക്ഷിക്കാം. പിന്നെ ജാസ്മിനെ, പിന്നെ ഈ പറയും പോലെ ഒരുപാട് പേര്, ഒത്തിരി പേര് പ്രതീക്ഷിക്കാൻ വരുന്ന സീസൺ 4 നിന്നാണ്. പേരെടുത്ത് പറയാനേ പറ്റത്തില്ല. ഒത്തിരി പേര് നമുക്ക് സീസൺ 4 നിന്ന് പ്രതീക്ഷിക്കാം. സീസൺ 3 നിന്നാണെങ്കിൽ DFK ആയിരുന്നു ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷ. പക്ഷേ DFK അല്ല വരുന്നത്. ഫിറോസ് ഖാൻ അല്ല എന്തായാലും, അത് ഞാൻ അറിഞ്ഞു. അപ്പോൾ പിന്നെ ആരായിരിക്കും അതിൽ നിന്നും വരാൻ ചാൻസസ് ഉള്ളത്? ഡിംബലോ സായിയോ റംസാനോ വല്ലോ ആയിരിക്കുമോ? അങ്ങനെ ഒരു സംശയം ഉണ്ട്. അതവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്ത സീസൺ 2 നിന്നാണെങ്കിൽ ഒബ്വിയസ്ലി രജിത് കുമാർ. ബിഗ് ബോസിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രജിത് കുമാർ തന്നെ ആയിരിക്കാം സീസൺ 2 നിന്നാണെങ്കിൽ വരുന്നത്. വേറെ ആരെങ്കിലും വരാനുള്ള ഒരു പവർ അതിനകത്തുണ്ടോ? പവനൊക്കെ വരുമോ? നമുക്കറിയില്ല, ഞാൻ ഊഹം പറയുന്നതാണ്. അടുത്ത സീസൺ 1 നിന്നാണെങ്കിൽ രഞ്ജിനി, ദിയാസനയും വരാൻ ചാൻസ് ഇല്ലെന്നാണ് അറിയുന്നത്. ദിയാസനയും ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് രഞ്ജിനിക്ക് ഒരു സ്കോപ്പ് കാണുന്നുണ്ട്. പേളിക്കും ശ്രീനിഷിനും കൂടെ ഒരുമിച്ചൊരു സ്കോപ്പ് കാണുന്നുണ്ട്. പറയാൻ പറ്റത്തില്ല, അവർക്ക് ഒരുമിച്ചൊരു സ്കോപ്പ് കാണുന്നുണ്ട്. പിന്നെ ഈ പറയും പോലെ സീസൺ 1 നിന്ന് സാബു വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഷിയാസ് വരാൻ ചാൻസ് ഉണ്ടോ? അപ്പം ഇങ്ങനെ ഊഹാപോഹങ്ങളാണ്, ഞാൻ ഈ പറയുന്ന ഊഹാപോഹങ്ങളാണ്. എന്തായാലും ചലഞ്ചേഴ്സ് വരുന്നു. ഷോ ഇനി ഒരാഴ്ച എൻ്റർടൈനിങ് ചെയ്ത് നമുക്ക് കാണാം. മാത്രമല്ല എന്തൊക്കെയോ ട്വിസ്റ്റുകളും ഉണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യും. എനിക്ക് തോന്നുന്നു എവിക്ഷൻ മിഡ് വീക്ക് ആയിരിക്കും. മിഡ് വീക്ക് നടത്തി അവർ വിടുവായിരിക്കും. നോക്കാം. എനിവേ ഐ ആം എക്സൈറ്റിംഗ് ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഹൂ ആർ ദ ചലഞ്ചേഴ്സ് ഓഫ് ബിഗ് ബോസ് സീസൺ 6. വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങൾ അറിയിക്കാം. സ്റ്റേറ്റ് ഉണ്ടായിട്ടിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബിഗ് ബോസ് എന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോടെ നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.